നിങ്ങളുടെ മൈൻഡ് നിർത്താതെ ഓടിക്കൊണ്ടിരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ തോട്ടുകൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഒന്നെങ്കിൽ ഓവർ തിങ്കിങ്, ഇല്ലെങ്കിൽ ആങ്സൈറ്റി, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇമോഷണൽ സൈക്കോളജിക്കൽ ഓവർവെൽംഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ. പലപ്പോഴും ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് എനിക്ക് എൻ്റെ ചിന്തകളെ ഒന്ന് ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത്. ആക്ച്വലി ചിന്തകളെ ഇല്ലാണ്ടാക്കിക്കൊണ്ടല്ല മൈൻഡിനെ കൺട്രോൾ ചെയ്യേണ്ടത്. ഹായ്, ഞാൻ മുബഷിറ റഹ്മാൻ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഒപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മളുടെ മൈൻഡിനെ നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മളുടെ മൈൻഡ് ഔട്ട് ഓഫ് കൺട്രോൾ ആണ് എന്ന് തോന്നാറുള്ളത്? നമ്മളുടെ ബ്രെയിന് വയർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എല്ലാ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനെയും നമുക്ക് മനസ്സിലാക്കി ചുറ്റും നടക്കുന്നുള്ള എല്ലാ ഡേഞ്ചർ സാധനങ്ങളെയൊക്കെ സ്കാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മളുടെ പണ്ടത്തെ ആൻസിസ്റ്റേഴ്സ് അവർ ഓരോ രീതിയിലും സർവൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ഈ ഒരു സ്കില്ല് ഉണ്ടായതുകൊണ്ടാണ്. അതായത് ചുറ്റും നടക്കുന്ന ഡേഞ്ചറുകളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് വന്നിട്ടാണ് ഇത്രയും വരെ നമ്മൾ സർവൈവ് ചെയ്ത് വന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഇത് എങ്ങനെയാണ് നമ്മളേൽ റിഫ്ലക്റ്റ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ആൾക്കാരുടെയും ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചിട്ട് അവർ എന്നെ പറ്റിയിട്ടാണോ ചിന്തിക്കുന്നത്, ഇല്ലെങ്കിൽ അവരെന്നെ പറ്റിയിട്ട് മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റി ആലോചിച്ചിട്ട് ഓവറായിട്ട് വെറി ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഒരാളെ പരിചയപ്പെടുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അവരെ പറ്റിയിട്ട് ഇവരെനിക്ക് പറ്റിയ ആളല്ല എന്നുള്ള രീതിയിലൊക്കെ ജഡ്ജ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളുടെ മൈൻഡിനെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള ഡേഞ്ചറസ് ഉണ്ടാവുകയും അതേപോലെ നെഗറ്റീവായിട്ട് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയും പലപ്പോഴും ചെയ്യാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജിമ്മിൽ പോയിട്ട് മസിൽസ് ട്രെയിൻ ചെയ്തെടുക്കില്ലേ, അതേപോലെ ട്രെയിനബിൾ ആയിട്ടുള്ള ഇല്ലെങ്കിൽ ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ട് ഓഫ് നമ്മളാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിനെ നമുക്ക് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടും ഇത്തരം നെഗറ്റീവ് ചിന്തകളിൽ നിന്ന് ഇതിനെ മാനേജ് ചെയ്യാനും അതിനെ കൺട്രോളിങ് പവർ കൂട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് പൂർണ്ണമായും സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാതെ ഒരിക്കലും നമുക്ക് നമ്മളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ് തോട്ടുകൾ നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ ഓടിക്കളിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, എന്താണ് ആക്ച്വലി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നിട്ട് അതിനെ ലേബൽ ചെയ്യണം. എന്ത് തോട്ടാണ് ഇപ്പോൾ വരുന്നത്? ഇസ് ഇറ്റ് അബൌട്ട് ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്യാണോ, ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് കുറവുള്ള ആളെ പോലെ ആക്ട് ചെയ്യാണോ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവ് തോട്ടാണോ എന്നുള്ളത് ലേബൽ ചെയ്യുക. എന്ത് തരം തോട്ടാണ് എനിക്കിപ്പോൾ വരുന്നത് എന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ചിന്തിക്കാൻ വേണ്ടി നോക്കുക. ഫോർ എക്സാമ്പിൾ, എനിക്ക് നാളെ ഒരു പ്രസൻറ്റേഷൻ ഉണ്ട്. ആ പ്രസൻറ്റേഷനെ പറ്റിയിട്ട് ആലോചിച്ച് ഞാൻ ഭയങ്കര വറീഡാണ്. ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നാളത്തെ പ്രസൻറ്റേഷനിൽ ഫെയിലാവും എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് എങ്ങനെ ചിന്തിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഫിയർ ചെയ്യുന്നതെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, എനിക്ക് നാളെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് പ്രസൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല രീതിയിൽ അത് ചെയ്യണം എന്നുള്ള കെയറിങ്ങിൻ്റെ പുറത്താണ് ഞാൻ ആ ഒരു ഫിയർ ഉണ്ടാവുന്നത്. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ആ ഒരു ഫിയർ ഉണ്ടാവുന്നത്. ആൻഡ് ദാറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് അങ്ങനെയുള്ള തോട്ടുകളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാനും എൻ്റെ തോട്ടുകളും തമ്മിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. ഞാൻ എന്താണോ ചിന്തിക്കുന്നത് അതാണ് ഞാൻ എന്നുള്ളൊരു തോട്ട്, അതായത് ഞാൻ എന്താണോ ഫീൽ ചെയ്യുന്നത് അത് റിയൽ ആണ് എന്നുള്ളൊരു തോട്ടാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. ഫീലിങ്സ് ഒരിക്കലും റിയൽ ആവണം എന്നില്ല. അത് ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് ഉണ്ടാകുന്ന ഇമോഷൻസിൻ്റെ പുറത്തൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മളുടെ തോട്ടുകളെ നെയിം ചെയ്ത് കഴിഞ്ഞ് അതിൽ നിന്നൊരു ഡിസ്റ്റൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കുറേയും കൂടി ബെറ്റർ ആയിരിക്കും. അടുത്തതായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ടിങ് ടെക്നിക്കാണ് 5-4-3-2-1 ടെക്നിക്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ ഗ്രൗണ്ടിങ് ടെക്നിക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കും, അല്ലെങ്കിൽ മൈൻഡ് ഭയങ്കര കൺട്രോൾ അല്ലാത്ത പോലെ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ചുറ്റും നടക്കുന്ന റിയാലിറ്റി ആയിട്ടൊക്കെ ഭയങ്കര ഡിസ്കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളുടെ സെൻസസ് ആയിട്ടുള്ള ഒരു ഡിസ്കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ സെൻസസുകളൊക്കെ ഒരു കണക്ഷൻ ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഗ്രൗണ്ടഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5-4-3-2-1 ടെക്നിക്ക് ചെയ്യുന്നത്. 5-4-3-2-1 ടെക്നിക്കിൽ ആദ്യത്തെ 5 കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്ന 5 കാര്യങ്ങളെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നോക്കുക. 4 എന്ന് പറയുന്നത് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുന്ന 4 കാര്യങ്ങളെ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ആൻഡ് 3 എന്ന് പറയുന്നത് നമുക്ക് സ്മെല്ല് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ സ്മെല്ല് ചെയ്യാൻ വേണ്ടി നോക്കുക. 2
കേൾക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി നോക്കുക. ആൻഡ് എന്ന് പറയുന്നത് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇതാണ് 5 4 3 2 1 ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് കുറച്ചും കൂടി നമ്മളെ കാം ഡൗൺ ആക്കാനും നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഡിസ്ട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും. നമ്മളുടെ സെൻസ് ഓർഗൻസിന്, അതായത് കണ്ണ്, നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ നാക്ക്, ഇല്ലെങ്കിൽ കേൾക്കുമ്പോൾ നമ്മളെ ഇയേഴ്സ്, ഇതൊക്കെ എല്ലാ സെൻസ് ഓർഗൻസും കുറച്ചും കൂടി ആ കണക്ഷൻ, റിയാലിറ്റി ആയിട്ടുള്ള കണക്ഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സഹായകരമാവും. അടുത്തൊരു പവർഫുൾ ടെക്നിക്കാണ് മൈൻഡ് റീസെറ്റിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. നമ്മൾ യൂഷ്വലി യൂട്യൂബ് വീഡിയോസിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരു ഇത്രയും മണിക്കൂറുകൾ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് മൈൻഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. നമുക്കൊരു 60 സെക്കൻഡ്സ് ആണെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ള ഒരു ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാമായിട്ടുള്ള ഒരു സ്ഥലത്തൊക്കെ ഇരിക്കുന്നത് പോലെ, അതായത് ഒരു ബീച്ചിൻ്റെ സൈഡിലോ ഒരു നദിക്കരയിലോ ഇല്ലെങ്കിൽ മഞ്ഞ് വീഴുന്ന ഒരു സൈഡിലൊക്കെ ഇരിക്കുന്നത് പോലെയൊക്കെ ഒന്ന് നമ്മൾ ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് അതിലൂടെ നമ്മളുടെ സ്ട്രെസ്സ് സെറ്റിൽ ചെയ്യുന്ന പോലെയൊക്കെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വിഷ്വൽ ഗൈഡൻസ് നമുക്ക് സ്വയം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര രീതിയിൽ ഹെൽപ്ഫുൾ ആവുന്നതായിട്ട് ഒരുപാട് ക്ലയൻറ്റ്സ് നമ്മളെടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എത്ര ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന സമയത്ത് സംതിങ് ബിഗ് വിൽ ഹാപ്പൻ ആൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളെ എന്നെ വർക്ക് ആക്കൂ എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ മൈൻഡിനെ റീസെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങളും കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആങ്സൈറ്റി ഇല്ലാതെ, സാഡ്നെസ് ഇല്ലാത്ത, ഫ്രസ്ട്രേഷൻ ഇല്ലാത്ത ജീവിതം ആഗ്രഹിക്കാനോ ഇങ്ങനെയുള്ള അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് കീപ്പ് ചെയ്യാനോ നമുക്ക് പറ്റില്ല. ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ നമ്മൾ കടന്നു പോവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും നമ്മൾ ആഗ്രഹിക്കേണ്ടതും പ്രശ്നങ്ങളില്ലാത്ത ജീവിതത്തിന് വേണ്ടിയിട്ടല്ല. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിനെ കൺട്രോൾ ചെയ്ത് റെസിലിയൻ്റായി കാര്യങ്ങളെ സ്കിൽഫുള്ളായി നേരിടാൻ പറ്റണം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടതും നമ്മൾ സ്വയം ട്രെയിൻ ചെയ്യേണ്ടതും. നമുക്കൊരിക്കലും കടലിലെ തിരമാലകൾ ഇല്ലാണ്ടാക്കാനോ നമുക്ക് പറ്റില്ല, പക്ഷെ നമുക്ക് സർഫ് ചെയ്യാൻ വേണ്ടി ലേൺ ചെയ്യാൻ പറ്റും. അതേ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും അപ്ലൈ ആവുന്നതും. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എങ്ങനെ എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും, എനിക്ക് എങ്ങനെ പോസ് ചെയ്ത് റിഫ്ലക്റ്റ് ചെയ്ത് റീസെറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ടത്. നമ്മളുടെ മൈൻഡിന് നമ്മളുടെ നല്ലൊരു സുഹൃത്തും നമ്മളുടെ വളരെ ബോറനായിട്ടുള്ള ഒരു എനിമിയായിട്ട് മാറാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മളുടെ സുഹൃത്ത് നമ്മളുടെ അടുത്ത് വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഇങ്ങനെ പറയാം, ഇങ്ങനെയുള്ള ലൈഫിൽ പ്രോബ്ലം ഉണ്ട്, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ടുകൾ എനിക്കുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുക? നീ കാം ഡൗൺ ആവ്, കുഴപ്പമില്ല, നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും, ഞാനുണ്ടല്ലോ ഒന്നിച്ച് എന്നൊക്കെയുള്ള രീതിയിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തും മറ്റാൾക്കാരുടെ അടുത്തും നമ്മൾ ഭയങ്കര കമ്പാഷനേറ്റ് ആയിട്ട് നമ്മൾ പറയും, അവരെ ഹെൽപ്പിംഗ് ആയിട്ട് നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതേസമയം എനിക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള തോട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഹാൻഡിൽ ചെയ്യുക? നമ്മൾ ഭയങ്കര റൂഡായിരിക്കും നമ്മളെടുത്ത്. എനിക്കെന്താ എപ്പോഴും ഇങ്ങനെ തന്നെ ചിന്ത വരുന്നത്, ഞാനെന്തിനാ ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്കെന്തിനാ ഈ ദേഷ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ എന്നോട് തന്നെ ഭയങ്കര റൂഡായിട്ട് പെരുമാറുക ചെയ്യുക. സോ ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമ്മളോട് തന്നെ കൈൻഡ് ആവാനും കമ്പാഷനേറ്റ് ആവാനും വേണ്ടിയിട്ടും ട്രൈ ചെയ്യുക. നമ്മളുടെ മൈൻഡിന് എന്ത് ഇൻപുട്ടാണോ നമ്മൾ കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ടേ നമുക്ക് തരുള്ളൂ. അപ്പോൾ 24/7 നമ്മളിങ്ങനെ നെഗറ്റീവായിട്ടുള്ള ഇൻപുട്ട് കൊടുക്കുമ്പോൾ മൈൻഡ് ഓട്ടോമാറ്റിക്കലി ഭയങ്കര ടയേർഡായി ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ടാണ് നമ്മളോട് തിരിച്ചും പെരുമാറാൻ നോക്കുക. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണോ നിങ്ങൾ? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസൊണേറ്റ് ചെയ്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞ കുറച്ച് ടെക്നിക്സ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യും. എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കത് വന്നതെന്നുള്ളൊരു ഫീഡ്ബാക്ക് കമൻറ്റുകളായിട്ട് ഞങ്ങൾ അറിയിക്കുമല്ലോ. നിങ്ങൾ ചുറ്റുമുള്ള ആൾക്കാർ ഇതുപോലുള്ള അവസ്ഥയിലൂടെ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.